സഹായവും അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായവും അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ വർഗീകരണം എവിടുന്ന് കിട്ടി? മുഅ്മിനീങ്ങളുടെ സഹായം എന്ന് പറഞ്ഞാൽ സാധാരണമാണ്, അവരോട് ചോദിക്കാം. അള്ളാഹിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്, അത് അള്ളാഹിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും അള്ളാഹാണ് ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ളതും അള്ളാഹു ആണ് ചെയ്യുന്നത്, മറ്റേതും അള്ളാഹു ആണ് ചെയ്യുന്നത്. ഇതാണ് റാസി ഇമാം പറയുന്നത്. നിങ്ങളുടെ വാദമല്ല, നിങ്ങളുടെ ഈ തെറ്റായ വാദത്തിന് എവിടെയാ റാസിയിൽ തെളിവുള്ളത്? കൃത്യമായി നിങ്ങൾ വിശദീകരിക്കണം. വിശദീകരിച്ചിട്ടില്ല, മറുപടിയില്ല. ലാത്ത സാലിഹാണ്. സാലിഹായ ലാത്തനെ പിടിച്ചവർ റബ്ബാക്കി. സാലിഹായ ലാത്തയുടെ പ്രതീകമായ ബിംബത്തെ അവർ റബ്ബാക്കി, അവർ ഇലാഹാക്കി. ഇത്തഖദൂഹു റബ്ബൻ വ ഇലാഹാ. തബരി ഇമാം പറഞ്ഞില്ലേ, ഇത്തഖദൂഹു റബ്ബൻ വ ഇലാഹാ, അതിനെ റബ്ബും ഇലാഹുമാക്കി. അങ്ങനെ അതിനോട് വണക്കം നടത്തിയപ്പോൾ അത് ആരാധനയായി. അങ്ങനെ അതിന്റെ മുമ്പിൽ താഴ്മ കാണിച്ചപ്പോൾ അത് ആരാധനയായി. അങ്ങനെ അതിനോട് അപേക്ഷ നടത്തിയപ്പോൾ അത് ആരാധനയായി. അതാണോ ഇവിടുത്തെ ചർച്ച? ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചല്ലേ? മുസ്ലിമീങ്ങൾക്ക് അത് ബാധകല്ല. പിന്നെ മൂപ്പരിപ്പ് ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ്? ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. പിന്നെ മക്കാമുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാ പിന്നെ മൂപ്പര് കൊണ്ടുവരും വലിയ കൂട്ടുകാരാ. മുജാഹിദും മക്കാമുശ്രിക്കീങ്ങളും വലിയ ബന്ധക്കാരാ. എന്തിനും തെളിവ് അബൂജഹല. അല്ലാഹുവിന്റെ റസൂലെ കൊല്ലാൻ വേണ്ടി വന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ കൊല്ലാൻ വേണ്ടി വന്ന അബൂജഹലാണോ നിങ്ങളെ തെളിവ്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അബൂജഹലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തള്ളി പറഞ്ഞ ആൾക്കാരാണ്. ഈ രണ്ടു കൂട്ടരെയും താരതമ്യം ചെയ്തതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബിദ്അത്ത്. നിങ്ങളുടെ വാദം നരകത്തിന്റെ വാദമാണ്, സ്വർഗത്തിന്റെ വാദമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി തൽക്കാലം ഞങ്ങളേറ്റ് മുട്ടാൻ സക്കരിയ സ്വലാഹിക്ക് വരാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ തന്നെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റാസിയുടെ ഇബാറത്ത് തെളിവല്ല, ഒരു ഇബാറത്തും തെളിവല്ല. 10 തവണ ഞങ്ങൾ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരു കാര്യം ശിർക്കാണ് എന്നുള്ളതിന് തെളിവില്ലെങ്കിൽ ആ തെളിവില്ല എന്നുള്ളതാണ് അത് ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ് എന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും മറുപടി പറഞ്ഞിട്ടുണ്ട്. കൗമ മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചതെന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി. സക്കരിയ സ്വലാഹി ആവശ്യം വന്നില്ല. സ്വലാഹി വന്നില്ലാതാ പറഞ്ഞേട്ടാ. ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ചെറുശ്ശേരിയാ, മറ്റത് കാളമ്പാടി ഉസ്താദാ. ഇത് തോന്നിപ്പോവും പറച്ചിലേട്ടാല്. അവിടെ എല്ലാരും വന്നു, ഇവിടെ സ്വലാഹി മാത്രല്ല നന്ദിക്കും വന്നില്ല. കൂട്ടരെ എന്ത് നന്ദി, എന്ത് നന്ദി! നിങ്ങള് പഠിച്ച കോളേജിലെ നന്ദി അത്രല്ലേ ഉള്ളൂ. ഈ അബൂബക്കർ ദാരിമൊക്കെ പഠിച്ചിറങ്ങിയ കോളേജാണ് നന്ദി, അത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ സ്വലാഹി എന്തേ പറഞ്ഞു, എപ്പോഴാ പറഞ്ഞത്, എങ്ങനെ പറഞ്ഞത് അതൊന്നും കേട്ടില്ല. പിന്നെ അനസ് മുസ്ലിയാരെ ഏതോ ഒരു ക്ലിപ്പ് കേട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിലും ബന്ധപ്പങ്കണ്ടാണല്ലോ. ഏതായാലും അത് പൊക്കി പിടിച്ചിട്ടാണ് ഇപ്പൊ സ്വലാഹി എങ്ങനെ പറഞ്ഞു, സ്വലാഹി ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പുരോഹിതപ്പട എങ്ങോട്ടാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് എന്നാണ്. അല്ലാഹു തആല പഠിപ്പിച്ച ദീനിലെ അടിക്കല്ലായ തൗഹീദിൽ നിന്ന് ഈ സമുദായത്തെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് എവിടെയും പോയി എന്തും തേടാവുന്ന, പച്ചയായ ശിർക്ക് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഏതായാലും ഒന്നാമത്തെ ചോദ്യം ബാക്കിയാണ്. അതിന് ഇതുവരെയും ഉത്തരം കിട്ടിയില്ല. ശിർക്കാന്ന് പറയാത്തോണ്ട് ശിർക്കല്ല എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാ പോരാ. മറിച്ച്
നിങ്ങൾ പറഞ്ഞല്ലോ ഖാലിഖാന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്കല്ല. അത് ഇപ്പോഴും ആവർത്തിച്ചു. അവിടെയാ ഞങ്ങൾ ചോദിച്ചത്, മക്കത്ത് അബൂജഹലും ലാത്ത ഖാലിഖാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ഇലാഹാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിന് കൊടുക്കേണ്ടത് അവന് കൊടുത്തപ്പോ അത് അബൂജഹൽ തുറന്ന് സമ്മതിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇലാഹിന്റെ സ്ഥാനത്താണ്. പക്ഷെ ഖാലിഖ് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ വല ഇൻ സഅൽതുഹും മൻ ഖലഖ സമാവാതി വൽ അർള എന്ന ചോദ്യത്തിന് മറുപടി എന്താ? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു ആണെന്ന മറുപടി. ഖാലിഖാരി അല്ലാഹു എന്ന മറുപടി, റാസിഖാരി അല്ലാഹു എന്ന മറുപടി. ലാത്തയെപ്പറ്റി ഖാലിഖ് എന്ന് പറഞ്ഞില്ല, ലാത്തയെപ്പറ്റി റാസിഖ് എന്ന് പറഞ്ഞില്ല. മാത്രമല്ല നിങ്ങൾ തന്നെ അത് വ്യക്തമായി എഴുതിയിട്ടുമുണ്ട്. മക്കത്തെ മുശ്രിക്കിന് പോലും ആ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. വായിക്കട്ടെ, നിശ്ചയം അല്ലാഹു മാത്രമാണ് തർക്കമറ്റ സൃഷ്ടാവ്. ഈ വിഷയത്തിൽ അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല, അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല. പിന്നെ എങ്ങനെ വിശ്വാസികളെന്ന് പറയുന്നവരെ നിങ്ങൾക്ക് സാധിച്ചു? അവിശ്വാസികൾക്ക് പോലും സാധ്യമല്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, വല ഇൻ സഅൽതുഹും മൻ ഖലഖ സമാവാതി വൽ അർള എന്ന ആയത്ത് മുഹമ്മദ് ഫൈസി എഴുതിയ പുസ്തകമാണ്, നിങ്ങളെ സ്വന്തം ആൾ തന്നെയാണല്ലോ. അപ്പൊ ഏതായിരുന്നാലും അബൂജഹൽ ചെയ്ത് ശിർക്കല്ലെന്ന് ഇനി തുടർന്ന് സമ്മതിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം ഖാലിഖാന്ന് വിശ്വാസല്ലേ എങ്കിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നും മുഹീദ്ദീൻ ശൈഖിനോട് പറയാം. എങ്കിൽ അബൂജഹൽ ലാത്തയോടും മുസയോടും തേടിയത് ഈ ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ. അതുകൊണ്ട് ശിർക്കല്ല എന്ന് കൂടി നിങ്ങൾ തുറന്ന് പറയുന്നതോടുകൂടി നിങ്ങളുടെ കഥ കഴിയും, അല്ലെങ്കിലേ കഴിഞ്ഞു എന്നാണല്ലോ പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ എത്തിപ്പെട്ട അപകടമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി ചോദ്യം ചോദിക്കേണ്ട കാര്യം തന്നെ അവരോടില്ല. യഥാർത്ഥത്തിൽ പച്ചയായി തങ്ങളുടെ ശിർക്ക് അവർ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബൂജഹലിനെ പോലും മറികടന്നു പോയി, അബൂജഹലിനെ പോലും ഓവർടേക്ക് ചെയ്തു പോയി എന്ന് പറയാതിരിക്കാനാവില്ല. ഈ സംവാദം കൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിം ജനതയ്ക്ക് ഇതെങ്കിലും മനസ്സിലാവട്ടെ. അൽഹംദുലില്ലാഹ്. റാസിയുടെ ഇബാറത്ത് മിണ്ടിയില്ല. എവിടെ പോയി റാസിയുടെ ഇബാറത്ത്? നിങ്ങളുടെ മാസ്റ്റർ പീസ് ഇബാറത്തിന്റെ റാസിയുടെ ഇബാറത്ത് ഞങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുന്നു. ആ ഇബാറത്ത് മിണ്ടിയില്ല. ഞങ്ങളുടെ വാദത്തിന്റെ തെളിവ് റാസിയുടെ ഇബാറത്താണെന്നാണല്ലോ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത്. ആ ഇബാറത്ത് മിണ്ടിയില്ല, മിണ്ടാട്ടം മുട്ടിപ്പോയി. ഞങ്ങളെ മുമ്പിൽ അത് പറയരുത്. അത് പറയാൻ പറ്റുന്ന ആളുകളോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയരുത്. സക്കരിയ സലാഹി വന്നിട്ട് കാര്യമില്ല. സക്കരിയ സലാഹി എന്താ പറഞ്ഞ? അനസ് മൗലവി ക്ലിപ്പിട്ടതുകൊണ്ട് സക്കരിയ സലാഹി നന്ദിയിൽ വന്നോ? അനസ് മൗലവി ക്ലിപ്പിട്ടത് തെറ്റായിരുന്നോ? അനസ് മൗലവി കാര്യത്തിന് തന്നെയാണ് ക്ലിപ്പിട്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചതാ. നന്ദിയിൽ എന്തേ വരാതിരുന്നത്? നന്ദിയിൽ വന്നാൽ മൂത്രമൊഴിച്ചു പോകും സക്കരിയ സലാഹി. ഇത് കാളമൂത്ര സാഹിത്യമല്ല, സുന്നികളോടുള്ള ഏറ്റുമുട്ടലാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് സാക്ഷാൽ സക്കരിയ. എന്നിട്ട് സക്കരിയ സലാഹി ഇവിടെ വരേണ്ട ആവശ്യമില്ല, സക്കരിയ സലാഹി ഞങ്ങൾ വെള്ളോടത്തേക്ക് വരില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തതെന്ന് സക്കരിയ സലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മാതിരി ഏർപ്പാടൊന്നും പറയണ്ട. എന്തേപ്പോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഖാലിഖല്ല വെറും മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി മുഹിയുദ്ദീൻ ശൈഖിനോട് ഇസ്ലാം ദീനിന്റെ വഴി കാണിച്ചു തരണേ എന്ന് പറയുന്നത് ശിർക്കേ അല്ല. ആണ് എന്നുള്ളതിന് ഒരു ആയത്തോദ്യോ മൗലവി? ഹദീസ് ഓദ്യോ മൗലവി? ഇല്ല. ഇജ്മാ ഓദ്യോ? ഇല്ല. ഖിയാസ് ഓദ്യോ? ഇല്ല. തെളിവില്ല. അപ്പൊ ഞങ്ങളുടെ വാദത്തിന്റെ തെളിവെന്താ? നിങ്ങളുടെ വാദത്തിന് തെളിവില്ല എന്നുള്ളത് തന്നെയാണ് തെളിവ്. അത് അബൂജഹലിന്റെ സ്വന്തം വാദമാണ്. അബൂജഹലിന്റെ വാദം എന്താ? നിങ്ങൾ തന്നെ എഴുതിയിട്ടുള്ളത് KM മൗലവിന്റെ പുസ്തക. KM മൗലവിനെ നിങ്ങൾക്ക് തള്ളാൻ കഴിയോ? നിങ്ങളുടെ അൽ ഇസ്ലാഹിൽ തന്നെ KM മൗലവിനെ വലിയ ആളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. ഈ അടുത്തിറങ്ങിയ അൽ ഇസ്ലാഹിൽ KM മൗലവി വലിയ നവോത്ഥാന നായകനായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. അതേ KM മൗലവി തന്നെ എഴുതുന്നു, അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവന് ശരിയായ ഇബാദത്ത് ചെയ്ത് അവന്റെ പരിശുദ്ധ സന്നിധിയിൽ സാമീപ്യം സമ്പാദിച്ചിട്ടുള്ളവർക്ക് ദൈവത്വം ഇലാഹെന്നുള്ള അവസ്ഥ നൽകുകയും ചില പ്രത്യേക കാര്യങ്ങളിൽ നിയന്ത്രണവും കൈകാര്യകർത്തൃത്വവും നടത്തിപ്പും അവരെ ഏൽപ്പിക്കുകയും അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശുപാർശയെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ മറ്റു സൃഷ്ടികളുടെ ആരാധനയെ അവർ അർഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് മുശ്രിക്കുകളുടെ വിശ്വാസം. കേവലം ലാത്ത സാലിഹാണെന്നുള്ള വിശ്വാസമല്ല, ഖാലിഖല്ല മഹാത്മാവാണെന്നുള്ള വിശ്വാസമല്ല, മറിച്ച് ഈ KM മൗലവി തന്നെ വിശദീകരിച്ചു അബൂജഹലിന്റെ വിശ്വാസം എന്താണ് എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞ വാദത്തിൽപ്പെട്ട വിശ്വാസമല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് എഴുതി ഖാലിഖല്ല മഹാത്മാവാണെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല,
മറിച്ച് അള്ളാഹുവിനോട് പങ്കാളിയാകുന്ന രൂപത്തിൽ, അള്ളാഹുവിനോട് കൂറുകാരനാകുന്ന രൂപത്തിലുള്ള ബന്ധമാണ് ലാത്തക്കും മറ്റുള്ള ബിംബങ്ങൾക്കുമുള്ളത് എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ മാത്രം പറയല്ല, നിങ്ങളുടെ KM മൗലവി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അത് ഒരുപാട് മുഫസ്സിരീങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മുഫസ്സിരീങ്ങളും അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് നിങ്ങളുടെ ഈ ജൽപ്പനമുണ്ടല്ലോ, ഇലാഹം വ റബ്ബ, ഇലാഹാണെന്നും റബ്ബാണെന്നുമുള്ള ജൽപ്പനം, ഹുവദ്ദലാലു, അവിടെയാണ് അപകടം, വദ്ദഹാബു അനിൽ ഹഖ്, അതാണ് അസത്യമായ വാദം. അല്ലാതെ സ്രഷ്ടാവല്ല മഹാത്മാവാണെന്നുള്ള വിശ്വാസത്തോടുകൂടി മുഹിയുദ്ദീൻ ശൈഖിനോട് ദീനുൽ ഇസ്ലാമിലേക്കുള്ള വഴി കാണിച്ചു തരണേ എന്ന അർത്ഥത്തിൽ ഇഹ്ദിന എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ തെറ്റല്ല. ഹിദായത്തിനെ പടച്ചു തരണേ എന്ന അർത്ഥത്തിൽ മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ പാടില്ല. സൃഷ്ടിപ്പ് അത് അള്ളാഹുവിന്റെ സവിശേഷതയാണ്. അതേ സമയത്ത് ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് നബിയെ അങ്ങ് ഹിദായത്ത് കൊടുക്കുന്നുണ്ട് എന്ന ആയത്തിൽ പറഞ്ഞ ആ ഹിദായത്ത് ഉണ്ടല്ലോ, ആ ഹിദായത്ത് എന്ന് പറഞ്ഞ ഹിദായത്തിന്റെ നിമിത്തമാവുക, സബബാവുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലുള്ള ഹിദായത്ത് അത് റസൂലിനോട് ചോദിക്കാം. അത് മാത്രവുമല്ല മുഹ്യിദ്ദീൻ ശൈഖിനോടും ചോദിക്കാം, ജിന്നിനോട് ചോദിക്കാം എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ജബ്ബാർ മൗലവി എഴുതിയല്ലോ, ജിന്നിനോട് ചോദിക്കാം, മലക്കിനോട് ചോദിക്കാം, അത് അനുവദനീയമാണ്. ജബ്ബാർ മൗലവി എഴുതാണ് മലക്കിനോട് ചോദിച്ചാൽ ഹയ്യും ഹുവ എന്നുള്ള പുസ്തകത്തില്. അതേസമയത്ത് തൗഹീദ് എന്നുള്ള പുസ്തകത്തിൽ ജബ്ബാർ മൗലവി എഴുതാണ് ശിർക്കല്ല. കൂട്ടരെ, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യത്തിൽ പോലും നിങ്ങൾക്ക് യോജിപ്പില്ലേ? ഇപ്പോ സക്കരിയ ഗ്രൂപ്പ് ഇതാ രണ്ടായിട്ട് പിളരാൻ പോവുകയാണ്. ഒന്ന് ജബ്ബാരിയൻ ഗ്രൂപ്പ്, രണ്ട് സക്കരിയ ഗ്രൂപ്പ്. ഷിർക്കാണെന്ന് പറയുന്ന ഗ്രൂപ്പ്, ഷിർക്കല്ലെന്ന് പറയുന്ന ഗ്രൂപ്പ്. ഷിർക്കല്ലെന്ന് പറയുന്ന ഗ്രൂപ്പ് ഷിർക്കാണെന്ന് പറയുന്നവരെ മുശ്രിക്കാക്കുന്നു, ഷിർക്കാണെന്ന് പറയുന്നവരെ ഷിർക്കല്ലെന്ന് പറയുന്നവരെ മുശ്രിക്കാക്കുന്നു. തമ്മിൽ ഷിർക്കാരോപണം നിങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കുരുത്തക്കേട് സംഭവിച്ചെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇമാമിങ്ങളെ മുശ്രിക്കീങ്ങളാക്കിയത് കൊണ്ടാണ്. ഞങ്ങള് ഗ്രൂപ്പ് എണ്ണം കൂടുന്തോറും നിങ്ങൾക്ക് പണി കൂടുന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ആ ഗ്രൂപ്പായപ്പോ പോലും വിചാരിച്ചു രക്ഷപ്പെട്ടു, ഇനി ഈ കട്ടക്കാലം ഉണ്ടാവൂല. ഇപ്പൊ ഇടങ്ങാറ് കൂടി. അപ്പൊ ഞങ്ങള് ഗ്രൂപ്പാങ്ങൾ തോൽക്കണ്ട, നിങ്ങൾ കുടുങ്ങിയുള്ളൂ. അതുകൊണ്ട് ഏതായാലും അയ്യങ്ങൾ ബേജാറാകണ്ട. ഞങ്ങൾ ചിലപ്പോ ഇനിയും ഗ്രൂപ്പായി കൂടായില്ല. ഞങ്ങൾ ഇനിയും ഗ്രൂപ്പായി കൂടായില്ല. അതുകൊണ്ട് അതുങ്ങൾ ബേജാറാകണ്ട. പക്ഷെ ചോദ്യത്തിന് മറുപടി പറയും, അതല്ലേ വേണ്ടത്. ഇവിടെ വാദം എന്താ? മുജാഹിദ് 2 ഗ്രൂപ്പാണോ 3 ഗ്രൂപ്പാണോ? സമസ്ത 4 ഗ്രൂപ്പാണോ 14 ഗ്രൂപ്പാണോ? ഇതാണോ തർക്കം? ഇതാണോ തർക്കം? ഇവിടെ ചോദ്യത്തിന് മറുപടി പറയും. അതിലേ കിട്ടേണ്ടത് ഒന്നാമത്തെ ചോദ്യം ബാക്കിയല്ലേ? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ തേട്ടം ശിർക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെയാണ് അബൂജഹൽ ലാത്തയോട് തേടിയത്. സ്വാലിഹാണ് വിശ്വാസത്തിനാ തേടിയത്. പക്ഷെ ഇലാഹാണെന്നവൻ സമ്മതിച്ചു, നിങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇലാഹിന് കൊടുക്കേണ്ടത് നിങ്ങൾ ശൈഖന്മാർക്ക് കൊടുക്കുന്നു. അതല്ലേ നമ്മൾ കണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് ശൈഖിനോട് പറ്റോന്ന് ചെന്നവന് ശിർക്കല്ല. ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, എങ്കിൽ വിധി എന്ത്? അനുവദനീയമാണോ അല്ലേ എന്ന് ചോദിച്ചിരുന്നു. അതും കൂടി പറഞ്ഞ കാര്യം ക്ലിയറായി. ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധിയാവൂലല്ലോ, അതുകൊണ്ട് വിധി കൂടി പറയണം. എന്നിട്ട് മൂപ്പന് പറഞ്ഞതെന്താ? അബൂജഹലിന്റെ വിശ്വാസം വന്നപ്പോ പറഞ്ഞു അവർ ഇലാഹം റബ്ബൻ, ഇലാഹം റബ്ബുമാക്കീന. എന്റെ മുസ്ലിം ഖാലിഖെന്ന് കിട്ടാഞ്ഞു? അതല്ലേ കിട്ടേണ്ടത്. ഖാലിഖെന്ന് ഉണ്ടെങ്കിൽ വായിക്കി. ലാത്തയെ ഖാലിഖായി കണ്ടു എന്നുണ്ടോ, സൃഷ്ടാവായി കണ്ടു എന്നുണ്ടോ? അത് വായിക്കി. നിങ്ങൾ പറഞ്ഞ എന്താ? സൃഷ്ടാവാണ് വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്കല്ലാതാ. അബൂജഹൽ ആ വിശ്വാസം ഇല്ലാന്നാ പറഞ്ഞത്. ലാത്ത സൃഷ്ടാവാണെന്ന വിശ്വാസം അബൂജഹലിന് ഇല്ല എങ്കിൽ ആ തേട്ടം ശിർക്കല്ല നിങ്ങൾ പറയണ്ടേ? അല്ലെങ്കിൽ അതല്ല മാനദണ്ഡം, മറ്റൊരു മാനദണ്ഡമുണ്ട്. അതാണ് ഭൗതികം അഭൗതികം. അതിനാ റാസി വായിച്ചത്, അതിനാ ഞങ്ങൾ ആയത്തുദ്ധരിച്ചത്. ഇനിയിപ്പം മൂപ്പര് ഒരു ആയത്ത് ഒന്നും കൂടി മൂപ്പർക്ക് അടിയാ. അതെന്താ? അല്ലാഹു ഒരു സ്ഥലത്ത് പറഞ്ഞു ഇന്നക ലാ തഹ്ദി, മറ്റു സ്ഥലത്ത് പറഞ്ഞു ഇന്നക ലതഹ്ദി. അതെ, ഒന്ന് സാധാരണം, ഒന്ന് അസാധാരണം. എത്ര കൃത്യ! റസൂലെ നിങ്ങൾ ഹിദായത്തിലാക്കില്ല, റസൂലെ നിങ്ങൾ വഴി കാണിക്കുന്നു. അപ്പൊ ഒന്ന് വഴി കാണിക്കൽ, അത് സാധാരണം. മനുഷ്യ കഴിവിന് ഉള്ളിൽ ഹിദായത്ത് നൽകുക എന്നുള്ളതോ റബ്ബിന് മാത്രമേ കഴിയൂ, റസൂലിനും കഴിയില്ല. അത് മനുഷ്യ കഴിവിന് അതീതം, അത് അസാധാരണം. അത് നബി ചെയ്യുന്നു വിശ്വസിച്ചാലോ ശിർക്കായി, നബിയോട് തേടിയാലോ ശിർക്കായി. റസൂലുള്ളാഹിയുടെ കാലത്ത്, ജീവിതകാലത്ത് അവിടെ പോയിട്ട് റസൂലെ ഈ ആയത്ത് ഓതിത്തലോചിച്ചാലോ ഒരു കുഴപ്പമില്ല. അതല്ല ഇപ്പൊ ഞങ്ങളും ചെയ്യുന്നത്. തൗഹീദ് നിങ്ങൾക്ക് പഠിപ്പിച്ചതിന് ശിർക്കാണോ? അല്ല.
ഞങ്ങൾക്ക് ഹിദായത്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? കഴിയൂല. സാധിക്കുന്നു വിശ്വസിച്ചാലോ ശിർക്കായി, അതിൽ നമ്മൾ തർക്കമില്ല. ഏതായിരുന്നാലും ശരി, രണ്ടാമത്തെ ചോദ്യത്തിന് ചുവട് പിടിച്ചുകൊണ്ട് ഒരു ഉപചോദ്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് സിട്ടാവല്ല എന്ന അർത്ഥത്തിൽ തേടിയ ശിർക്കല്ല എന്ന്. എങ്കിൽ ശരി, ആ തേട്ടത്തിന് വല്ല പരിധിയുമുണ്ടോ? റബ്ബിനോട് ചോദിക്കുന്ന ഏതും അങ്ങനെ ചോദിക്കാമോ? അതല്ല, വല്ല പരിധിയുമുണ്ടോ? റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന എന്നുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ എന്നുണ്ട്, റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നുണ്ട്. തുടങ്ങിയ തേട്ടങ്ങളൊക്കെയും ഈ റബ്ബന എന്ന സ്ഥാനത്ത് യാ ശൈഖ് എന്നാക്കി തേടിയാൽ വല്ല പരിധിയുമുണ്ടോ ശിർക്കാകാതിരിക്കാനും? അതല്ല, റബ്ബിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സിട്ടാവല്ല മഹാനാണ് എന്ന നിലക്കാണെങ്കിൽ ശൈഖിനോട് ചോദിക്കാമെന്നാണോ? ചോദിച്ചാൽ ശിർക്കല്ല എന്നാണോ? ശിർക്കാകുന്ന വല്ല ചോദ്യവുമുണ്ടോ? ഹറാമായ വല്ല ചോദ്യവുമുണ്ടോ? ജായിസായ വല്ല ചോദ്യവുമുണ്ടോ എന്നുകൂടി അതിന്റെ കൂടെ മൂന്നാമത് ചോദ്യമായി, ഒരു ഉപചോദ്യമായി മാത്രം കൂട്ടിച്ചേർക്കുകയാണ്. അതും കൂടെ പറയണം. ഒപ്പം രണ്ടാമത്തിന് മറുപടി പറഞ്ഞപ്പോൾ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിട്ടില്ല, അതിന്റെ വിധി എന്ത് എന്ന് പറഞ്ഞിട്ടില്ല, അത് പറയണം. ഒന്നാമത്തെ ചോദ്യം ബാക്കിയുണ്ട്, അതിൽ മറുപടി പറയുകയും വേണം. ഒന്നാമത്തെ ചോദ്യം ബാക്കിയുണ്ട്. ഒന്നാമത്തെ അവസരം ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ ബാക്കിയാവാൻ. ഒന്നാമത്തെ ചോദ്യത്തിൽ റാസിയുടെ ഇബാറത്തിൽ വന്നു. റാസിയുടെ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധാരണ മാർഗത്തിലൂടെ സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന്റെ ഞങ്ങളുടെ വാദത്തിന്റെ തെളിവ്, സൃഷ്ടി കഴിവിന് അപ്പുറത്തുള്ളത് ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന്റെ തെളിവ് റാസിയുടെ ഇബാറത്താണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ റാസിന്റെ ഇബാറത്ത് വായിക്കാനേ പേടിയായി. സക്കരിയ സലാഹി എന്താ വരാതിരുന്നത് എന്നുള്ളത് ഇപ്പൊ അത് മിണ്ടാനേ പേടിയായി. നന്ദി മുഖാമുഖാണ് പറഞ്ഞേക്കിനെ. സക്കരിയ സലാഹി ഉണ്ടോ ഞങ്ങളേറ്റ് വരുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം എവിടെ? പിന്നെ നമ്മൾ ചോദ്യം ചോദിച്ചു, എന്താ? ജിന്നിനോട് സഹായം ചോദിക്കൽ, ജിന്ന് മലക്കിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. ഇതാണ് ജബ്ബാർ മൗലവി എഴുതിയത്. പാടില്ല, അതാണ് സക്കരിയ മൗലവി എഴുതിയത്. ഞങ്ങളിൽ ഗ്രൂപ്പ് കൂടിയാൽ നിങ്ങൾക്ക് പണിയാകും. ഞങ്ങൾക്ക് നിങ്ങൾ പണി തരരുത് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പ് ഇങ്ങനെ മുശ്രിക്കാക്കി കാണ്ടേ നിങ്ങൾ തമ്മിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ടുള്ള പണി ഞങ്ങൾക്ക് തരരുത്. നിങ്ങളെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു കൂട്ടർ മുശ്രിക്കും മറ്റേ കൂട്ടർ കാഫിറും, ഇങ്ങനെ കുഫറും ശിർക്കും കാഫിറേ മുശ്രിക്കേ, ഈ രൂപത്തിലുള്ള ദീനീ പ്രവർത്തനം അത് ബിദ്അത്തിന്റെ വാദമാണ്, നരകത്തിന്റെ വാദമാണ്, സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയല്ല എന്ന് നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഭിന്നിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ഞങ്ങൾക്ക് പണി തന്നാലും തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഭിന്നിച്ചാൽ ഞങ്ങൾക്ക് പണി കൂടും, അത് ശരിയാണ്. കാരണം അവർക്കും മറുപടി പറയണം, ഇവർക്കും മറുപടി പറയണം. പക്ഷേ നിങ്ങൾ ഭിന്നിക്കരുത്, ദയവ് ചെയ്തിട്ട് ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അബൂജഹലിന്റെ വിശ്വാസം സാലിഹാണെന്ന് മാത്രം വിശ്വാസം ഉണ്ടായിരുന്നത്. ഞങ്ങൾ KM മൗലവിന്റെ പുസ്തകങ്ങൾ വായിച്ചു, തൊട്ടില്ല. KM മൗലവിന്റെ പുസ്തകം കൊണ്ടാണ് മറുപടി പറഞ്ഞു. മൗലവിയുടെ പുസ്തകത്തിന് മറുപടി പറയണം. എന്നിട്ട് ഇബാറത്ത് എവിടെ? ഖാലിഖെന്ന് ഇബാറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇബാറത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇബാറത്ത് കാണിച്ചേരണോ? കമാ ഖാല ബനൂ ഇസ്രായീല ഇജ്അൽ ലനാ ഇലാഹൻ ഖാലിഖൻ മുദബ്ബിറൻ. സെർച്ച് ചെയ്തോളി, കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അടുത്ത്. ഖാലിഖൻ മുദബ്ബിറൻ, ഞങ്ങൾക്കൊരു ഖാലിഖിനെ ആക്കിക്കൊണ്ട, ഒരു ലോക വിധാതാവിനെ സംവിധായകനെ ആക്കിക്കൊണ്ട, പടച്ച തമ്പുരാനെ നിയമിച്ചുകൊണ്ട എന്നല്ലേ മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടത്, എന്നല്ലേ ശിർക്കിന്റെ ആവശ്യമായി വന്നത്. അപ്പൊ ഖാലിഖൻ മുദബ്ബിറൻ എന്ന തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കിതാബ് നോക്കാതെ വരരുതായിരുന്നു. ഞങ്ങളേറ്റ് മുഖാമുഖം നടത്തുമ്പോ നിങ്ങൾ അങ്ങനെ ചിരിച്ചുകാണ്ടേ, അങ്ങനെയുണ്ട് ചില ആൾക്കാരായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, ചിരിയുടെ വാദപ്രതിവാദം നടത്താറുണ്ട്. പക്ഷെ ഇത് കിതാബിന്റെ വാദപ്രതിവാദമാണ്, ഇത് കാളമൂത്ര സാഹിത്യത്തിന്റെ വാദപ്രതിവാദമല്ല. സക്കരിയ സലാഹി പറഞ്ഞതുപോലെ ഇത് കിതാബ് വെച്ചുകൊണ്ടുള്ള കളിയാണ്. പിന്നെന്താ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്? അത് ഞങ്ങൾ അതിന്റെ അർത്ഥം വെച്ച് വന്നു. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്തിനെ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സവിശേഷതയാണ്. അതേ സമയത്ത് ഹിദായത്തിന്റെ സബബായി വർത്തിക്കുക എന്ന അർത്ഥമാണെങ്കിൽ അത് റസൂലും മുഹീദ്ദീൻ ശൈഖും എല്ലാവരും ചെയ്യുന്നതാണ്. ആ അർത്ഥത്തിലുള്ള ഹിദായത്ത് ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന് ആയത്തോദണം, ഹദീസ് പറയണം, ഇജ്മാ പറയണം, ഖിയാസ് പറയണം. ഇത് നാലും പറഞ്ഞിട്ടില്ല. അപ്പൊ നാലും ഇല്ല എന്നുള്ളതാണ് ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇസ്ലാഹിൽ നിങ്ങൾ തന്നെ എഴുതി ഒരു കാര്യം ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവെന്താ? തെളിവ് പറയേണ്ടതില്ല, ശിർക്കാണ് എന്നുള്ള
എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ് എന്ന് നിങ്ങൾ തന്നെ എഴുതി. നിങ്ങൾ പറഞ്ഞോ ഹിദായത്തിന് സബബാവുക എന്ന അർത്ഥപ്രകാരം ഒരാളുടെ ഹിദായത്ത് ചോദിക്കുക എന്നുള്ളത് ശിർക്കാണ് എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിച്ചോ, ഹദീസ് കൊണ്ട് തെളിയിച്ചോ, ഇജ്മാ കൊണ്ട് തെളിയിച്ചോ, ഖിയാസ് കൊണ്ട് തെളിയിച്ചോ? തെളിയിച്ചിട്ടില്ല. 10 തവണ ഞങ്ങൾ ചോദിച്ചു, പക്ഷേ കഴിഞ്ഞ സെഷനിൽ അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാം. അത് ശിർക്കല്ല, അത് അബൂജഹലിന്റെ വാദമല്ല. അബൂജഹലിന്റെ വാദം KM മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. KM മൗലവി പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ 2013 മെയ് മാസത്തിലെ ഇസ്ലാഹ് ഞങ്ങൾ വായിക്കും. അപ്പൊ നിങ്ങൾ ആകെ വീണോർത്ത് കിടന്ന് ഉരുളണ്ടേരി വരും. നിങ്ങൾക്ക് ഇസ്ലാഹാണോ വേണ്ടത്, KM മൗലവിയാണോ വേണ്ടത്, സക്കരിയ സ്വലാഹിയാണോ വേണ്ടത്, ജബ്ബാർ മൗലവിയാണോ വേണ്ടത്? ഏതാ നിങ്ങൾക്ക് വേണ്ടത്? ഏതായാലും ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ചുകൊണ്ട് ജബ്ബാർ മൗലവി മുശ്രിക്കാണ്, സക്കരിയ മുവഹിദാണ്, സക്കരിയ മുശ്രിക്കാണ്, ജബ്ബാർ മൗലവി മുശ്രിക്കാണ്, ഈ രൂപത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. ദയവ് ചെയ്ത് നിങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങുക, യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങുക. ഇമാമുമാർ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, അവർ ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇമാമുമാർ മുശ്രിക്കുകളാണോ? അല്ല. ആ ഒരു പാഥേയത്തിലേക്ക് നിങ്ങൾ വരിക, ആ ഒരു വഴി നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു, ഇസ്തിഗാസ ചെയ്തു പറയാ എന്നല്ലാതെ എവിടെ ചെയ്തത്? അതല്ലേ കിട്ടേണ്ടത്, അതല്ലേ കിട്ടേണ്ടത്. എന്തേ പറയാത്തത്? ഞാൻ പറയും ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടേ ഇല്ല. നിങ്ങളുടെ ആരോപണം മാത്രമാണ്. ഞങ്ങളുടെ ഇമാമുമാർ ഇസ്തിഗാസ പഠിപ്പിച്ചവർ അല്ല, അത് പാടില്ലെന്ന് പഠിപ്പിച്ചവരാണ് ഞങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമുമാർ എന്ന് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ആ വക ഒരു വെടിപൊട്ടിച്ചോണ്ട് കാര്യമില്ല, അത് സമർത്ഥിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുക. പിന്നെ അനുവദനീയമാണ്, തേടൽ അനുവദനീയമാണ് എന്ന് ജബ്ബാർ മൊഴി എഴുതിയെന്ന ശുദ്ധ അസംബന്ധമാണ്. തേടൽ അനുവദനീയമാണ് എന്ന് ഈ ഇരിക്കുന്ന ജബ്ബാർ മൗലവി ഇന്നേ വരെ എഴുതിയിട്ടേ ഇല്ല, എഴുതിയിട്ടേ ഇല്ല, എഴുതിയിട്ടേ ഇല്ല. തെളിയിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് നേരെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ വക പച്ചക്കളവ് മുമ്പിൽ വന്ന് പറയരുത്. കുറച്ച് കാലമായി നിങ്ങളത് പ്രചരിപ്പിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏതായിരുന്നാലും ശരി, ഇനിപ്പോൾ KM മൗലവിയ, KM മൗലവി എന്താ പറഞ്ഞത്? ദിവ്യത്വം കൽപ്പിച്ചു. അതല്ലേ കൂട്ടർ ഞങ്ങളും പറഞ്ഞത്. അഭൗതികമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ ദിവ്യത്തായി. ഖാലിഖാ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഖാലിഖാനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ദിവ്യത്വം വരാൻ. അല്ലാഹ് കൊടുക്കേണ്ടത് പടപ്പിന് കൊടുത്താൽ ദിവ്യത്വമായി. നിങ്ങൾ പറഞ്ഞു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോടും കൊടുക്കാം, അതേ ദിവ്യത്വമായി. KM മൗലവി പറഞ്ഞതാണ് ശരി. KM മൗലവി പറഞ്ഞ പ്രകാരം നിങ്ങൾ ശിർക്കിൽ തന്നെ, അത് ഇസ്ലാം അംഗീകരിച്ചു. അല്ലാതെ അവിടെ വൈരുദ്ധ്യമില്ല. നിങ്ങൾക്ക് വൈരുദ്ധ്യം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, വൈരുദ്ധ്യം എന്താന്ന് മനസ്സിലായിട്ടില്ല. എന്ന് പറയാ നിങ്ങൾ അങ്ങന്റെ ശിർക്ക്, ഇങ്ങന്റെ ശിർക്ക്. ഞങ്ങളെ പ്രത്യേകത ശിർക്ക് ആര് ചെയ്താലും ശിർക്കാന്ന് പറയും. അത് നിങ്ങൾ ചെയ്താലും പറയും, ഞങ്ങളെ കൂട്ടത്തോളം ചെയ്താലും പറയും. നമ്മളൊപ്പുള്ളവനല്ലേ മുണ്ടണ്ട എന്ന് പറയില്ല. അതല്ല നിങ്ങൾ നമ്മുടെ വ്യത്യാസം. ഒപ്പുള്ളവനിൽ ശിർക്ക് വന്നാലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഇത് ശിർക്കാണ്, ഇത് ശരിയല്ല. അതുകൊണ്ടല്ലേ ജിന്നും മലക്കും അഭൗതിക എന്ന് എഴുതിയപ്പോ ഞങ്ങൾ തുറന്നു പറഞ്ഞത് ഇതാ പണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, അഭൗതിക എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, ബുദ്ധിയും പകരമുള്ളതും പറയൂല, അന്നും ഇന്നും എന്നും ഇതാണ് നിലപാട് എന്ന് എഴുതിയ ആളോടക്കം നമ്മൾ പറഞ്ഞു. കരുവമ്പൊയിലെ ഇത് പറയല്ല, അനസ് മൗലവി ഇത് പറയല്ല, കായക്കൊടി ഇത് പറയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് തന്നെ അമ്പലക്കടവിനോടും പറഞ്ഞു. കാരണം അമ്പലക്കടവും എഴുതി ജിന്ന അഭൗതികാണ്, മലക്ക് അഭൗതികാണ്, അഭൗതികമായ കഴിവുണ്ട്. നെല്ലിക്കുത്തും പറഞ്ഞു. അന്നൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ക്ലിപ്പിട്ട് പറഞ്ഞു ഇത് പറയാൻ പാടില്ല, ഇത് ശിർക്കൻ വിശ്വാസമാണ് എന്ന്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് രണ്ടാമത്തെ സെഷൻ നിങ്ങൾ തൊട്ടിട്ടില്ല. വിധി എന്ത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇമാമിങ്ങൾ ചെയ്തു ആ വഴിക്ക് വരണം എന്ന് പറഞ്ഞാൽ പോരാ, വിധി എന്ത് എന്ന് നിങ്ങൾ പറയണം. ശിർക്ക് അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. എങ്കിൽ വിധി എന്ത്? ജായിസാണോ, സുന്നത്താണോ, വാജിബാണോ, ഫർളാണോ? തൗഹീദ് ശരിയാവാൻ അത് ആവശ്യമാണോ? അത് ഇസ്തിഗാസ ചെയ്തെങ്കിലേ ഒരാൾ മുഅ്മിനാവൂ എന്നുണ്ടോ? നിങ്ങൾ അത് പറയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, അബൂജഹൽ ലാത്തയും ഉസ്സയും ഖാലിഖാണെന്ന് പറഞ്ഞിട്ടില്ല, ഖാലിഖാണെന്ന് പറഞ്ഞിട്ടില്ല. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്താ? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് പറയും എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ടും അവന്റേത് ശിർക്കായി. നിങ്ങൾ പറയുന്നു ഖാലിഖാണ് വിശ്വാസല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടാം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന പ്രാർത്ഥനയും ശൈഖിനോടാവാം, ഏതുമാവാം എന്നല്ലേ നിങ്ങളുടെ നയം? അതെന്തേ തുറന്നു പറയാൻ നിങ്ങൾക്ക് പ്രയാസവും? ഞാൻ ചോദിച്ചല്ലോ, എല്ലാം തേടാമോ? റബ്ബിനോട്
ചോദിക്കുന്ന ഏത് ചോദ്യവും ഷെയ്ഖിനോട് ചോദിക്കാമോ? മഖ്ലൂഖാണ്, ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ തുറന്നങ്ങ് പ്രഖ്യാപിക്കൂ നിങ്ങൾ. അപ്പൊ സമുദായത്തിനത് ബോധ്യമാകും. അതുകൊണ്ട് നിങ്ങൾ ശരിയായ പച്ചയായ ശിർക്കിൽ പോയി അകപ്പെട്ടിരിക്കുന്നു എന്ന് ഇനിയും ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഞാൻ നേരത്തെ വായിച്ചല്ലോ നിങ്ങൾ ഫൈസിയുടെ പുസ്തകം. എന്താ പറഞ്ഞത്? സൃഷ്ടാവ് അല്ലാഹു മാത്രമാണെന്ന വിഷയത്തിന് അവിശ്വാസികൾക്ക് പോലും തർക്കത്തിന് സാധ്യമല്ല എന്നാണ്. നിശ്ചയം അല്ലാഹു മാത്രമാണ് തർക്കമറ്റ സൃഷ്ടാവ്. ഈ വിഷയത്തിൽ അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല. എന്തു പറയാനുണ്ട്? ഇപ്പം ചോദിക്കുന്നത് എന്താണെന്നറിയോ? നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിലുള്ള ചോദ്യത്തിന് ഇപ്പം മറുപടി പറയാ. ജബ്ബാർ മൗലവി എഴുതിയിട്ടില്ല. ഇല്ല ആയിക്കോട്ടെ, ഏതായാലും ഞാൻ ഇത് വായിക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ടോ ഇല്ലേ? പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്യോന്യം സഹായിക്കുന്നു, സഹായം തോടുന്നു. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാകിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. തുഹ്ഫത്തുൽ ദാകിരീനിൽ ഷൗക്കാനി പറയുന്നുണ്ട് അത് ജായിസാണെന്ന്, അത് ശിർക്കല്ലെന്ന് ഷൗക്കാനി പറയുന്നുണ്ട്. ആ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. അഥവാ ജിന്നുകൾ നമ്മൾ കാണുന്ന രീതിയിലാണ്, പരസ്പരം സഹായദാട്ടം എന്ന നിലക്കാണ്, എന്ന നിലക്കാണെന്ന് സർവ്വസ്ഥലത്തും വിശദീകരിച്ച് നടന്നിട്ട് ഇപ്പൊ എഴുതിയിട്ടേ ഇല്ല. കെ മൗലവി എന്താ എഴുതിയത്? മക്കത്തെ മുശ്രിക്കുകളെ പറ്റിയാണ് ഇവിടെ പറയണത്. ഇവിടെ ചോദ്യം എന്താണ്? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാ ശിർക്ക് വരൂല എന്ന് എവിടെയുള്ളത്? ഞങ്ങളുടെ വാദവും വ്യവസ്ഥയൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. ഞങ്ങളുടെ വാദം എന്താണ്? അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അവർ മഹാത്മാക്കളാണ്, സ്രഷ്ടാക്കളല്ല എന്ന നിലക്ക് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് ഞങ്ങളുടെ വാദം. ഈ വാദത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾ റാസി എടുത്ത് വായിച്ചു. എന്തിനാ നിങ്ങൾ റാസി കൊണ്ടുവന്നത്? ഞങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇബാദത്തിന് നിർവചനം പറഞ്ഞപ്പോൾ ആ നിർവചനത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഇബാറത്താണത്. അതിലെവിടെ ഇബാദത്ത് എന്ന വാക്ക്, അതിലെവിടെ പ്രാർത്ഥന ദുആ എന്ന വാക്ക്, അതിലെവിടെ ശിർക്ക് എന്ന വാക്ക്, അഭൗതികം ഭൗതികം എന്നുണ്ടോ എന്ന ചോദ്യത്തിനാണോ നിങ്ങളെ മറുപടി? വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ വളരെ ആലോചിച്ചിട്ടാണ് മറുപടി പറയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ, അതുപോലെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭേദഗതികളും പല ജാതി എഴുത്തുകുത്തികളും നടത്തി സമൂഹത്തിൽ വസ്വാസം ഉണ്ടാക്കി സമൂഹത്തിന്റെ മേൽ ശിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും പ്രസംഗം നടത്തുന്ന നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചതാ, ഇബാദത്ത് പ്രാർത്ഥനക്ക് നിങ്ങൾ കൊടുത്ത ഈ നിർവചനത്തിന് തെളിവുണ്ടോ? റാസിയിൽ കൊണ്ടുവന്നു. അതിലെവിടെ പ്രാർത്ഥന എന്ന്, അതിലെവിടെ ശിർക്ക് എന്ന്, അതിലെവിടെയുണ്ട്? ഇപ്പൊ റാസി മിണ്ടണില്ല. നിങ്ങൾ ആലോചിക്കണം. ഇനി ഇത്തഖദൂ റബ്ബൻ മുദബ്ബിറൻ എന്ന ഇബാറത്തോടെ വായിച്ചു, അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. കെ മൗലവിന്റെ ഈ വരി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കെ മൗലവി എന്താ എഴുതിയത്? മക്കത്തെ മുശ്രിക്കുകളെ പറ്റി നിങ്ങളെ കെ മൗലവി. ആരാണ് കെ മൗലവി എന്നറിയോ? ഉറുക്കി കെട്ടാം മന്ദിരിക്കാമെന്ന് പ്രസംഗിച്ച, വെള്ളം മന്ദിരിച്ചു കൊടുക്കലുണ്ടെന്ന് പ്രസംഗിച്ചു കൊടുത്ത, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വെള്ളം മന്ദിരിച്ചു കൊടുക്കലുണ്ട് എന്ന് ജക്കരിയ സലാഹിനെ ഇരുത്തിയിട്ട് മഞ്ചേരിയിൽ വെച്ച് അബ്ദുമോനെ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. സുന്നി കുട്ടികളുള്ള സ്ഥലത്ത് ഞാൻ മുഖാമുഖത്തിന് വരൂല, കാരണം കിതാബ് തിരിയുന്നവരാണെന്ന് നന്ദിയിൽ പ്രസംഗിച്ചത് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ക്ലിപ്പോടും. അതെ, നിങ്ങളുടെ നേതാവ് കെ മൗലവി എഴുതിയതെന്താ? അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവന് ശരിയായി ഇബാദത്ത് ചെയ്ത് അവന്റെ പരിശുദ്ധ സന്നിധിയിൽ സാമീപ്യം സമ്പാദിച്ചുള്ളവർക്ക് ദൈവത്വം ഇലാഹ് എന്നുള്ള അവസ്ഥ നൽകുകയും ചില പ്രത്യേക കാര്യങ്ങളിൽ നിയന്ത്രണവും കൈകാര്യ കർത്തൃത്വവും നടത്തിപ്പും അവരെ ഏൽപ്പിക്കുകയും അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശുപാർശയെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദിവ്യത്വം എന്ന അവസ്ഥ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് എന്ന് നിങ്ങളുടെ നേതാവ് കെ മൗലവി വിഴുങ്ങിയോ? ഇനി അടുത്തത്, ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല. ജബ്ബാർ മൗലവി എഴുതിയതെന്താ? ഇവിടെ മുജാഹിദുകൾ തമ്മിൽ പിളർന്നു. ഇവിടെ ഇപ്പൊ നമ്മളെ മൗലവി എന്താ ഇപ്പൊ ചെയ്തെന്ന് പറയാം? അനസിനും മറുപടി പറഞ്ഞത്, അനസിനും കായക്കൊടിക്കും മറുപടി പറഞ്ഞു വിടുന്നു. നിങ്ങൾ വിഷയം അവസരം മാറിയിട്ടുണ്ട്, നിങ്ങളെ ഗതി മാറിയിട്ട് പ്രസംഗം നടത്തുകയാ. നിങ്ങൾ എഴുതിയത് എന്താണെന്നറിയോ? അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ചോദ്യത്തിൽ ആരാ എഴുതിയത്? നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എഴുതിയത് എന്താണ്? പി ജബ്ബാർ മൗലവി, ഈ ഇരിക്കുന്ന ആളാ.
മുജാഹിദുകളെ ഇനി അത്ര ഒരു ടൈപ്പ് നേതാവ് ഉണ്ടാവൂല. അത്ര വലിയ ആളാ മൂപ്പരോടെ വന്നിട്ടുണ്ട്. നാളേക്ക് ഇവർ ഗ്രൂപ്പാവും. നിങ്ങൾ ഗ്രൂപ്പ് ആകരുതേ ഞങ്ങൾ പറയണത്. എന്താ എഴുതിയത്? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻട്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കണേ എന്ന് നിലച്ച പടപ്പുകളെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അഭൗതിക മാർഗത്തിലുള്ള സഹായം തട്ടമില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. അതെ, ശിർക്കല്ല എന്നാ എഴുതിയത്, അനുവദനീയമാണ് എന്നല്ല. അനുവദനീയമാണ് എന്നല്ല, ശിർക്കല്ല എന്നാ എഴുതിയത്. അതാ ഞങ്ങൾ ചോദിച്ചത്. അനുവദനീയം എവിടെ എഴുതി? അയാളോ ഈ പുസ്തകം എടുത്തത്? പറഞ്ഞുതരാ, ബാക്കി ഇപ്പൊ തന്നെ അവിടെ ഇരിക്കുന്നത്. അയാളെ ഈ പുസ്തകം എടുത്തത് അനുവദനീയാന്ന് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? എന്താ നിങ്ങൾ വായിച്ചത്? പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കോടും ജിന്നുകോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരിൽ ശൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. എന്താ പറഞ്ഞത്? ശൗക്കാനി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് മൂപ്പരവാദാണെന്നല്ല പറഞ്ഞത്, ശൗക്കാനി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാ എന്ത്? MT ദാരിമി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ശൈഖോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയാം. കണ്ടോ, ഫൈസൽ മുസ്ലിയാർ സമ്മതിച്ചു എന്നറിയോ? എന്താണ് ഇർഫാൻ? ഇങ്ങനെയാണെങ്കിൽ മറ്റേ ചങ്ങായ നല്ലത്. ഇതാ ഞാൻ പറഞ്ഞത്, തേടൽ അനുവദനീയമാണെന്ന് ജബ്ബാർ മൗലവി സ്വന്തം ആശയമായി എഴുതിയിട്ടേ ഇല്ല. ഇലാ യൗമിൽ ഖിയാമ കാണിക്കാൻ സാധിക്കുകയുമില്ല. ശുദ്ധമായ കളവ് വായിക്കരുത്. ജബ്ബാർ മൗലവി എന്താ? ശൗക്കാനി പറഞ്ഞിട്ടുണ്ട്. ശൗക്കാനി പറഞ്ഞിട്ടില്ലേ? സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ശൗക്കാനി കിതാബിലില്ലേ? അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നാണോ? അടുത്ത വ്യവസ്ഥ എഴുതിക്കോളി. ശൗക്കാനി പറഞ്ഞത് ശരിയോ തെറ്റോ? ഏത് അർത്ഥത്തിലാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? തർക്കണ്ടോ? അടുത്ത വ്യവസ്ഥ എഴുതിക്കോളി. നമുക്ക് നോക്കാം. ജബ്ബാർ മൗലവി ജിന്നിനോട് തേടാമെന്ന്, തേടൽ അനുവദനീയമാണെന്ന് എവിടെയും എഴുതിയിട്ടില്ല. അത് അനീഫ് കായ്ക്കുടി പോലും സമ്മതിച്ചതാ. പക്ഷെ ഇയാള് അതിനപ്പുറത്തേക്ക് ആരോ എന്തോ പറഞ്ഞു കേട്ടപ്പോ അത് വിശ്വസിച്ചു പോയി നടത്താം. അപ്പൊ ഇസ്ലാമും വ്യക്തമാണ്, ജബ്ബാർ മൗലവിയുടെ ഈ പുസ്തകം വ്യക്തമാണ്. യാതൊരു വൈരുദ്ധ്യവുമില്ല. പക്ഷേ മുസ്ലിയാരെ എവിടെ മറുപടി? ചോദ്യത്തിന് എവിടെ മറുപടി? നിങ്ങൾ വയലുറന്ന സമയമല്ലപ്പോ, മറുപടി പറയേണ്ട സമയ. ഞാൻ ചോദിച്ചല്ലോ എന്റെ ഒന്നാമത്തെ ചോദ്യം, എന്തേ അതിലേക്ക് നിങ്ങൾ വരാത്തത്? രണ്ടാമത്തെ ചോദ്യത്തിന് ശിർക്കല്ലെന്ന് പറഞ്ഞു. വിധി എന്ത്? പറഞ്ഞു വിധി അതന്നെന്ന്. ശിർക്കല്ല, അതന്നെ വിധി. എന്താ മുസ്ലിയാരെ, എങ്ങനെ നിങ്ങൾ ഫൈസി ഇർഫാനും ഡബിൾ ഒപ്പായത്? എന്താ വിധി എന്ന് പറഞ്ഞാല്? അഹ്കാമുൽ ഖംസയുണ്ടോ? ശിർക്കും തൗഹീദും ഇനിയിപ്പോ അതും പഠിപ്പിച്ചായിരുന്നോ? വാജിബ്, ഹറാമ്, കറാഹത്ത്, മന്ദൂബ്. നിങ്ങൾ വേണേ ജാമിഅ ഹിന്ദിലേക്ക് പോയി നിങ്ങൾ പഠിപ്പിച്ചരാ. വിധി അതന്നെതാ. അത് പോലെ നിങ്ങൾ പറയ്, ഇത് അനുവദനീയാണോ, ഇത് സുന്നത്താണോ, ഇത് വാജിബാണോ, ഇത് ഫർളാണോ, അത് നിങ്ങൾ വായിക്കി. അതല്ലേ പറയേണ്ടത്. മൂന്നാമത്തെ ചോദ്യമോ, എല്ലാം ചോദിക്കാമോ? റബ്ബിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ, മഹാനാണ് എന്ന വിശ്വാസത്തിൽ മുഹീദ്ദീൻ ശൈഖോട് ചോദിക്കാമോ? എന്തേ നിങ്ങൾ മിണ്ടാത്തത്? എന്തേ നിങ്ങൾ പറയാത്തത്? KM മൗലവി വായിച്ച് രക്ഷപ്പെടാനാണ് വിചാരിച്ചത്? റാസി വായിച്ച് രക്ഷപ്പെടാനാണ് വിചാരിച്ചത്? റാസി എന്തിനാ നിങ്ങൾ വായിച്ചത്? നിങ്ങൾ ചോദിച്ചു എവിടുന്ന് 2 തരം കിട്ടി, കാര്യകാരണം നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിനാണ് റാസി വായിച്ചത്. ശിർക്ക് സ്ഥാപിക്കാനല്ല, 2 തരമുണ്ട് എന്ന് വാദിക്കാനാണ് ഞങ്ങൾ വായിച്ചത്. അത് നിങ്ങളും പറഞ്ഞല്ലോ, ഹിദായത്തിന് സബബാവുക എന്ന അർത്ഥത്തിൽ. അതന്നെ കാരണം എന്ന് പറഞ്ഞത്. ഈ സബബിനാണ് കാരണം അർത്ഥം വെക്കുക. ഞങ്ങൾ പറഞ്ഞു കാര്യകാരണം, നിങ്ങൾ പറഞ്ഞു സബബ്. രണ്ടും ഒന്നെ. ഇന്നക ലാ തഹ്ദി എന്ന് പറഞ്ഞ ഹിദായത്ത് ഏതോ ആ ഹിദായത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഹിദായത്ത്. ഇന്നക ലാ തഹ്ദി എന്നർത്ഥമുള്ള ഹിദായത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഹിദായത്ത്. അത് ശൈഖിനോട് പറ്റുമെന്നാ ചോദിച്ചത്. പറ്റു, ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അതേപോലെ എല്ലാം ചോദിക്കാമോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ഉദാഹരണം ഞാൻ പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. അത് റബ്ബനാണ് മാറ്റിയിട്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്നതുപോലെ ഏതും പറ്റുമോ? കുതുബിയത്തിലുണ്ടല്ലോ, വനജ്ജിനി മിൻ ലല്ലാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയുദ്ദീനി എന്ന് നിങ്ങൾ പാടുന്നത് കൊണ്ടാ ഞങ്ങൾ ചോദിക്കുന്നത്. അതും കൂടെ പറയണം. ഏതായാലും മൗലവിക്ക് ഒരു ബിരുദമില്ല. അപ്പൊ ബിരുദമുള്ള ഒരാളോട് അസൂയപ്പെടുകയാണ്. നിങ്ങൾക്ക് 3 ബിരുദമുണ്ട്. ബിരുദം വാങ്ങേണ്ട പ്രായത്തിൽ ബിരുദം വാങ്ങണേ. 1-ാം ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോയാൽ ബിരുദം കിട്ടൂല. 1-ാം ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോയതുകൊണ്ടല്ലേ ബിരുദം കിട്ടാതിരുന്നത്. എന്നിട്ട് പിന്നെ മുസ്ലിയാർ